30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14 സമാധാന നിർദ്ദേശം യുഎസിന് മുമ്പിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇറാൻ. വെടിനിർത്തൽ നീട്ടുകയല്ല, യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു. യുഎസ് മുന്നോട്ട് വെച്ച 9 സമാധാന പദ്ധതിക്ക് ബദലാണിത്. ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന കരാറിന്റെ ഏകദേശ രൂപം തനിക്ക് ലഭിച്ചതായും എന്നാൽ അതിന്റെ പൂർണ്ണ രൂപത്തിനായി കാത്തിരിക്കുകയാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സ്വീകാര്യമാകുമെന്ന് കരുതുന്നില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ അതിരുകടന്നാൽ വീണ്ടും സൈനിക ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും നൽകി. മിയാമിയിലേക്കുള്ള യാത്രക്കിടെ ഫ്ലോറിഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ ഇറാൻ ഫ്രാൻസ് വിദേശകാര്യമന്ത്രിമാർ പരസ്പരം ഫോണിൽ സംസാരിച്ചു. ഇറാനെതിരായ യുഎസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പ്രാദേശിക രാജ്യാന്തര സംഭവ വികാസങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചിയുടെ ഓഫീസാണ് ഫോൺ സംഭാഷണം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ ശ്രമങ്ങളെക്കുറിച്ച് അറാങ്ചി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ടുമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട്. തുടരുന്ന നയതന്ത്ര ചർച്ചകൾക്ക് ഫ്രാൻസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞ ബാരോട്ട് മേഖലയിൽ ശാശ്വതമായ സമാധാനവും സുരക്ഷയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയിലെ തീരപ്രദേശങ്ങളിലും ഹോർമോസ് കടലിടുക്കിലും പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നീക്കം. ഈ മേഖലകളിലെ ഏകദേശം 2000 കിലോമീറ്റർ വരുന്ന ഇറാന്റെ തീരപ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിന് ഇറാനിലെ ജനങ്ങളുടെ ഉപജീവനത്തിന്റെയും കരുത്തിന്റെയും സ്രോതസ്സായി മാറ്റുമെന്നും മേഖലയുടെ സുരക്ഷയും സമൃദ്ധിയും ഉറപ്പാക്കുമെന്നും വെള്ളിയാഴ്ച ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഫെബ്രുവരി 28-ന് യുഎസ് ഇസ്രായേൽ സഖ്യം ആരംഭിച്ച ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം കൊണ്ടുവന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കരാറിലെത്താൻ ഇതുവരെ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ ഉടനെങ്ങും യുദ്ധം തീരുമെന്ന പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കരാറിലെത്താതെ പ്രശ്നപരിഹാരമാകാതെ ഈ ചർച്ചകളൊക്കെ വഴിമുട്ടിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ചർച്ചകൾക്ക് നിൽക്കണമെങ്കിൽ പല നിയമങ്ങളും പാലിക്കണമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചിയുടെ ഓഫീസാണ് ഫോൺ സംഭാഷണം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ ശ്രമങ്ങളെക്കുറിച്ച് അറാങ്ചി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ടുമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട്.